ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കെ ശൈലജയും ജോസ് കെ മാണിയും വി ഗോവിന്ദനും മുഖ്യമന്ത്രി ചർച്ചയെ പരിഹസിക്കുന്നുണ്ട്. അവരാലോചിക്കേണ്ടത് അവരുടെ കാര്യം നോക്കിയിട്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കിയാൽ പോരെ എന്നല്ലേ? അതെ, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് അത് ഉടനെ അറിയും. പക്ഷേ ഇതുവരെ LDFന് പ്രതിപക്ഷ നേതാവ് ആരാണ്, അല്ലെങ്കിൽ CPMന് അടുത്ത പാർട്ടി സെക്രട്ടറി ആരാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ അവർ തയ്യാറായിട്ടില്ല. വി ഗോവിന്ദൻ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നും പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആര എന്ന ചോദ്യത്തിന് പകുതിക്ക് വെച്ചിറങ്ങിപ്പോയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ന് പാർട്ടി ഒരു മീറ്റിങ്ങിന് പോയ ഗോവിന്ദൻ മാഷിനോട് മാധ്യമങ്ങൾ സംസാരിക്കുകയും ആകെയുള്ള പ്രതികരണം മുഖ്യമന്ത്രി കസേരയെ സംബന്ധിച്ച് ഇവർ മൂന്നുപേർ തമ്മിൽ പ്രശ്നമുണ്ടാവും അല്ലെങ്കിൽ തർക്കങ്ങളുണ്ടാവും, അത് കേരളം കാണും, പരിഹസിക്കും എന്ന് പറയുന്നതല്ലാതെ തങ്ങളുടെ പാർട്ടിയിൽ എന്താണ് നടക്കുന്നത് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അത് നിർദാക്ഷിണ്യം അദ്ദേഹം ഓടി ഒളിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഇനി തൻ്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനം പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആകുലത അത് അദ്ദേഹത്തിനുണ്ട്. അത് മറ്റൊരു വശത്ത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ജോസ് കെ മാണിയുടെ കാര്യം എടുത്താൽ കാണുന്നത്. ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കോർ മീറ്റിങ്ങിൽ പരാജയത്തിന് ശേഷം കൂടി ആദ്യത്തെ മീറ്റിംഗാണ്. അതിൽ പറഞ്ഞത് CPM 2 കൊഴിച്ചു എന്നാണ് പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ CPM ചതിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട പാർട്ടിയായിരുന്നു CPM. പക്ഷെ പലയിടത്തും ഇവർ പിന്നോക്കം പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു വോട്ടിൻ്റെ വിഹിതം കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമായിട്ട് എന്താ, അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം അമ്പെ പരാജയപ്പെടുകയും ചെയ്തു. ഒരാൾക്ക് പോലും വിജയം ഉണ്ടായതുമില്ല. അപ്പോൾ ഇവരുടെ പരാജയത്തിൻ്റെ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് പകരം അടുത്ത വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനാണ് ഇവരുടെ ഒരു ആഗ്രഹം. അതിനെയാണ് നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ കേരളം പുച്ഛത്തോടെ കാണുന്നത്. അത് പുച്ഛത്തോടെ തള്ളേണ്ട ഒരു പ്രസ്താവനകളാണ്. അപ്പോൾ കെ ശൈലജ ടീച്ചർ പറയുന്നത് എന്താ, കോൺഗ്രസ്സിൽ കസേര കളി അത് അപഹാസ്യമാണ്, ജനാധിപത്യ കേരളത്തിന് അപഹാസ്യമാണെന്നാണ്. ഈ ശൈലജ ടീച്ചർ എന്തുകൊണ്ട് ഒരു സണ്ണി ജോസഫിനെതിരായി തോറ്റു? ഇതിനെതിരെ ഒരു വിശകലനം നടത്തിയോ? ഇല്ല, ചെയ്തിട്ടില്ല. തൻ്റെ തോൽവിയെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങളിൽ നിന്ന് മറച്ചോടുകയും അത് എതിരാളികളെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഈ ഒരു CPMൻ്റെ തനത് ശൈലി അത് കേരളത്തിലുള്ളവർക്ക് അത് മുമ്പേ അറിഞ്ഞതാണ്. അതായത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള പരാജയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം മുട്ടിയിരുന്നു. അവർക്ക് വോട്ട് കൂടിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞത് എന്നുള്ള ഒരു കേവലമായിട്ടുള്ള ഒരു മറുപടി മാത്രമാണ് ഇവരിൽ നിന്നുണ്ടായത്. ഇപ്പോൾ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൾസ് തിരിച്ചറിയാൻ LDFന് കഴിഞ്ഞില്ല എന്നാണ്. അതെ, ഇപ്പോൾ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് എല്ലാവരും പറയുമ്പോഴും വി ഗോവിന്ദൻ അടക്കം എല്ലാവരും പറയുന്നത് കേരളത്തിലെ എക്സിറ്റ് പോളുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിലെ 3ാം പിണറായി സർക്കാർ വരുമെന്ന് തന്നെയാണ്. അത് സാധാരണ ജനങ്ങളുടെ ഒരു വികാരം എന്താണെന്ന് തിരിച്ചറിയുന്നതിൽ CPM പരാജയപ്പെട്ടു. അതിലാണ് ഇവർക്ക് ഏറ്റവും വലിയ അടിപറ്റിപ്പോയത്. മാത്രമല്ല, ഓരോ ചെറിയ കാര്യങ്ങളും ജനങ്ങൾ കണ്ട് വിലയിരുത്തുന്നവരുണ്ട്, ജനം വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ്സിന് ഒരു മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായത്. UDFൽ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാം, പക്ഷേ CPMനോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനോ ഈ പാർട്ടികളുണ്ടായ അപജയം എന്തുകൊണ്ടെന്ന് വിലയിരുത്തുന്നതിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ രണ്ട് മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നത്. ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സംഘടിതമായിട്ടാണ് ഈ ഒരു UDFനെ എതിർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പരാജയത്തിൻ്റെ ഒരു രുചി അറിഞ്ഞതിന് ശേഷം ആ ഒരു ഇവർ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു അസ്വാരസ്യം പരസ്യമായി തന്നെ വെളിയിൽ വരികയാണ്. മുമ്പ് ഒളിയും മറയും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് മറ നീക്കി പുറത്തു എന്നത് മാത്രമാണ്. മറ്റൊരു കാര്യമുണ്ട്, തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിനിടെ പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് പണി മുടക്കി. അതിന് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ ഒരു പോലീസ് കേസെടുത്തു. FIR ഇട്ടതിന് ശേഷമാണ് അവർ ഇതറിയുന്നത്. ആദ്യം തമാശയെന്ന് തള്ളിക്കളഞ്ഞെങ്കിലും അതിൻ്റെ ഒരു സീരിയസ്നെസ് വെളിയിൽ വന്നത് പിന്നീടാണ്. അദ്ദേഹത്തിന് ആ ഒരു രഞ്ജിത്ത് എന്നാണ് ആ മൈക്ക് ഓപ്പറേറ്ററിൻ്റെ പേര്. അയാൾക്കത് വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. അയാളത് പരസ്യമായിട്ട് തന്നെ ഒരു മീഡിയകൾക്ക് മുന്നിൽ പറയുകയുണ്ടായി. അതായത് പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ പുറത്തായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണെന്ന്. അപ്പോൾ ഇതുപോലുള്ള സാധാരണ ജനങ്ങളുടെ ജനവികാരം ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനോ CPMനോ പോലുള്ള പാർട്ടികൾക്ക് തയ്യാറായിട്ടില്ല. ഒരു കേഡർ പാർട്ടി എന്ന രീതിയിൽ
മുന്നോട്ട് പോകുന്ന ഒരു CPM എന്തുകൊണ്ട് താഴെത്തട്ടിലുള്ള ജനവികാരം അറിയാതെ പോകുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഈ മൈക്ക് പണി മുടക്കിയത് മാത്രമല്ല ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്, പിണറായിയുടെ ഓരോ പരാമർശങ്ങളുണ്ടല്ലോ, അതായത് കിടക്കുപുറത്ത് ചെറ്റ, ആ ചെറ്റ എന്നുള്ള ഒരു പ്രയോഗത്തെ ചാരുതയുള്ളവൻ എന്ന് AK ബാലൻ ന്യായീകരിച്ച ഒരു സംഭവമുണ്ട്. അതായത് പിണറായിക്ക് വേണ്ടി ഒരു പ്രത്യേക ശബ്ദധാരാവലി തന്നെ CPM-ൻ്റെ ഒരു നേതൃത്വം പുറത്തിറക്കിയിരുന്നു. അതിലെല്ലാം ഉണ്ടായിരുന്നത് വർഗവഞ്ചകൻ, കുലംകുത്തി, ചെറ്റ അതുപോലുള്ള ഓരോ പരാമർശങ്ങളായിരുന്നു. ഇതൊന്നും കേരളത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ഇതുപോലുള്ള സ്വേച്ഛാധിപരമായിട്ടുള്ള പെരുമാറ്റങ്ങളും പ്രയോഗങ്ങളും എല്ലാം കേരളം വിലയിരുത്തിയതിൻ്റെ ഫലമായാണ് അവർക്ക് ഒരു ഭൂരിപക്ഷം പോലും ഇല്ലാത്ത രീതിയിൽ അവർ പുറത്തായത്. അത് അങ്ങനെ പുറത്തായ പാർട്ടി ആദ്യം ചെയ്യേണ്ടത് സ്വയം വിമർശിക്കുകയും സ്വയം തിരുത്തലിനും തയ്യാറാകേണ്ടതാണ്. അല്ലാതെ ഈ അധികാരത്തിലേറെ പാർട്ടിയുടെ ചെറിയ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ചെറിയ മന്തുള്ളവനെ വലിയ മന്തുള്ളവൻ, മന്ദ എന്ന് വിളിക്കുന്ന ഒരു പ്രവണത അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അത് അവരിൽ നിന്ന് ഉള്ളവർ തന്നെ പറയുന്നുണ്ട്, എന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ട് സ്വന്തം കാര്യം നോക്കിയാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഒരു സ്വയം വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തി ശക്തമായ ഒരു CPM നേതൃത്വം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷവുമായി നിയമസഭയിൽ കൂടുക എന്നുള്ളതാണ് അവരുടെ ആകെയുള്ള ഇനിയുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഇനി കേരള കോൺഗ്രസ് എമ്മിന് ഒരു പതനം ഉണ്ടാകുമോ? എന്തായാലും ഇപ്പോൾ മത്സരിച്ച സീറ്റുകളിലെല്ലാം തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ഭാവി, ഇനി പതനം ഉണ്ടാകുമോ എന്നല്ല ആ ഒരു ചോദ്യം, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ? സ്വന്തം തട്ടകമായ മധ്യ കേരളത്തിൽ വരെ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ കേരള കോൺഗ്രസ് എമ്മിന് നിർദാക്ഷിണ്യം ഒരു മറ്റേ UDF-ഉമായൊരു ലയനം അല്ലെങ്കിൽ UDF-ലെ ആ ഒരു സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയും ചെയർമാനായ ജോസ് കെ മാണിയും രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് പണ്ടേ വാഷ് ഔട്ടായി പോകും. അതല്ലാതെ നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഭരണത്തിലുള്ള സ്വന്തം തട്ടകത്തിലേക്ക് തിരിച്ചു വരണം.